വെൽക്കം ബാക്ക് ടു അജീസ് ക്രിയേഷൻ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് റേസിസം അല്ല ശത്രുത കുഞ്ഞുങ്ങൾ എവിടെ നിന്ന് പഠിക്കുന്നു എന്നാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു ട്രൂ സ്റ്റോറിയാണ്. എൻ്റെ മോള് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇവിടെ സ്കൂളിലൊരു സിസ്റ്റമുണ്ട്. നമ്മൾ ഉയർന്ന ക്ലാസ്സിലെ കുട്ടികൾ താഴ്ന്ന ക്ലാസ്സിലെ കുട്ടികളെ റിസഷൻ, അതായത് ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് ട്രബിളിലൊന്നും ആകാതെ ഒന്ന് വാച്ച് ചെയ്യണം. അങ്ങനെ ഒരു ദിവസം അവൾ ഒരു കുട്ടിയെ കണ്ടു, ഒരു പെൺകൊച്ചിനെ കണ്ടു. അവൾ ഒറ്റയ്ക്ക്, കൂട്ടുകാരൊന്നുമില്ലാതെ വിഷമിച്ച് ഇരിക്കുന്ന സമയം ഇവൾ അടുത്ത് ചെന്ന് വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ അവർ നല്ല കൂട്ടായി. പിന്നെ എല്ലാ ദിവസവും ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് അവൾ ആ കൊച്ചിനോട് സംസാരിക്കും, എടുക്കും. എനിവേ, കാലം കടന്നുപോയി. ഒരു 1-2 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ ഇവളെ കാണുമ്പോൾ ആ കൊച്ച് ഓടി അകലാൻ തുടങ്ങി. ഇവൾ വിചാരിച്ചു, എന്താ കുഴപ്പം, എന്ത് പറ്റി? അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൾക്ക് ആൻസർ കണ്ടുപിടിച്ചേ പറ്റൂ. ആ കൊച്ചിനെ പിടിച്ചു നിർത്തി ചോദിച്ചു, എന്താ പറ്റിയേ? അപ്പോൾ എന്ത് ചെയ്ത കൊച്ചു പറയല. അവസാനം എൻ്റെ മോള് പറഞ്ഞു, നീ ഇത് പറയാതെ പറ്റത്തില്ല. അങ്ങനെ ഗത്യന്തരമില്ലാതെ ആ കൊച്ചു പറഞ്ഞു, ഞാൻ പാകിസ്ഥാനിൽ നിന്നുള്ളതാണ്. എൻ്റെ അമ്മ പറഞ്ഞു, നീയും ഞാൻ ശത്രുക്കളാണ്, നമ്മൾ ഒരിക്കലും മിങ്കിളി ചെയ്യാൻ പാടില്ല, അമ്മ എന്നെ വഴക്ക് പറയും. അങ്ങനെ ആ കൊച്ചിനെ അകറ്റി. ഇവൾ ഈ കാര്യം അവൾ ഇച്ചിരിയൊക്കെ കഥയൊക്കെ എഴുതുന്നയാളാണ്. എഴുതി അവൾക്ക് ട്രൈ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഇവിടുത്തെ 3 സ്റ്റേറ്റിൽ നിന്നുള്ള ഫസ്റ്റ് പ്രൈസും കിട്ടി. അതല്ല ഞാനിവിടെ പറയാൻ വന്നത്. ആരാണ് കുഞ്ഞുങ്ങളിൽ, പുതിയ ജനറേഷനിൽ റേസിസവും വ്യത്യാസവും ഉണ്ടാക്കുന്നത്? ആരെയെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പോൾ ആ സ്ഥിതി വളരെ 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 കൂടുതലാണ്. ശരിയല്ലേ? എന്ത് കഷ്ടം അല്ലേ?